നീ എന്ത് സോഫയിലൊന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നത്? കുറെ നേരമായില്ലേ? കിച്ചണിന്ന് ബിരിയാണിന്റെ മണന്ന് വന്നില്ലല്ലോ. ബിരിയാണി ഞാൻ ആക്കിയിട്ടില്ല ഏട്ടാ, ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല വയറുവേദന. ഓ, വയറുവേദന തുടങ്ങിയവളുടെ. നീയല്ല എന്നോട് പറഞ്ഞേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന്. എന്നിട്ട് എന്നോട് അത് വാങ്ങിട്ടോ ഇത് വാങ്ങിട്ടൊക്കെ പറഞ്ഞത്. ഇതെല്ലാം വാങ്ങിക്കൊടുന്നപ്പോ വെറും ചോറും മാത്രം ഉണ്ടാക്കി ഇടുവൊന്നും മിണ്ടാണ്ടിരിക്കുക. ബിരിയാണിയൊക്കെ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ ചോറിന് ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത്, അതിന്റെ ഇടയ്ക്ക് വയറുവേദന വന്നേ. നിനക്ക് ഇന്ന് പീരീഡ്സ് ആണെന്ന് അറിയില്ല, പിന്നെ ചിക്കന്റെ പീസ് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് എന്നെ ഷോപ്പിലേക്ക് പറഞ്ഞുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് എന്റെ 1/2 മണിക്കൂർ അവിടെ പോയത്, നല്ലൊരു സൺഡേ ആയിട്ട്. ഈ പീരീഡ്സേ ലോകത്തിൽ നിനക്ക് മാത്രം വരുന്നല്ല, എല്ലാവർക്കും വരുന്ന തന്നെയാണ്. ചെന്ന് ഭക്ഷണം ഉണ്ടാക്ക്. ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ടാകില്ല. എനിക്കൊന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. വേണം ഞാൻ എങ്ങനെയും കറി ഉണ്ടാക്കി തരാം, കുറച്ചു നേരം കഴിയട്ടെ. ഇപ്പൊ തന്നെ സമയം 1:30 കഴിഞ്ഞു. ഇനി ഞാൻ വഴിച്ചാണ് 2 മണിക്കൂർ. പോയി ഭക്ഷണം ഉണ്ടാക്ക്. ഇത് എന്താ ഇത്? ബെഡ്റൂമോ അതുപോലെ പൂരപ്പറമ്പോ? എന്താ തുണികളൊക്കെ ഇങ്ങനെ വലിച്ചിട്ടിരിക്കുന്നത്? നിനക്ക് അതൊക്കെ എടുത്ത് മടക്കി ഷെൽഫിൽ വെച്ചൂടെ? എന്നെ കൊണ്ട് വയ്യ ഒന്നും ചെയ്യാൻ. നല്ല ബ്ലീഡിങ് ഉണ്ട്. ഇല്ലതാ നിൽക്കാനിരിക്കാനും വയ്യ. എങ്ങനെയാന്ന് കിടക്കുന്നത്? ഓ, നിന്റെ പറച്ചിലായിട്ട് വിചാരിക്കുന്നത് വലിയ സംഭവമാണെന്ന്. പീരീഡ്സിനല്ലേ, അല്ലാണ്ട് വേറെ അസുഖമൊന്നുമില്ല നിനക്ക്. ഇത് വേറൊന്നല്ല, വീട്ടിലെ പണിയെടുക്കാനുള്ള മടി, അല്ലാണ്ട് എന്ത്. എന്നിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് രാവിലെ കണ്ട് കിടക്കും. നിങ്ങൾക്ക് എന്താ മനുഷ്യ പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് വീട്ടിലെ പണിയെടുക്കാൻ മടിയാണെന്ന്? എപ്പോഴെങ്കിലും ഈ റൂം ഇങ്ങനെ കിടക്കാറുണ്ടോ? വയ്യാന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. എത്ര വയ്യാന്ന് പറഞ്ഞാലും മനുഷ്യന്മാരെ കുറച്ച് അടുക്കും ചിട്ടയൊക്കെ വേണം. ഇങ്ങനെ കിടന്ന റൂമിലേക്ക് കയറാൻ പോലും തോന്നില്ല. നിനക്കത് ഈ എനർജി മതിയല്ലോ അതൊക്കെ എടുത്ത് മടക്കി വൃത്തിക്ക് വെക്കാൻ. ഈ പീരീഡ്സ് ആണ് ബ്ലീഡിംഗ് ആണ് വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? എന്നെ കൊണ്ടാകില്ല എന്ന് ചെയ്യാൻ. അത്രയും വലിയ അടുക്കും ചിട്ടയുള്ള ആളാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യേ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്തോ, 2-3 ദിവസേ ഇങ്ങനെ അങ്ങോട്ട് കിടന്നോ. വീട്ടിൽ ഒരു പണി ചെയ്യണ്ട, അടുക്കളയിലും കയറണ്ട, വീട് അടിച്ചുവാരി തുടക്കൊന്നും വേണ്ട. ഈ തുണിക്ക് ഇങ്ങനെ തന്നെ കേട്ടോ. ഓരോ കാരണങ്ങൾ കൊണ്ട് വരുന്നവള്. അറ്റ്ലീസ്റ്റ് എന്റെ ഷർട്ടും വരുന്ന എടുത്തൊക്കെ ഇവിടെ. എനിക്ക് അറിയില്ല എവിടെ വെച്ചെന്ന്. കുറച്ച് എനിക്ക് പുറത്തു പോകണം. തമ്പുരാട്ടിക്ക് അതെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാസത്തില് 2-3 ദിവസമല്ലേ എനിക്ക് ഈ പണിയൊന്നും ചെയ്യാണ്ട് ഞാനിവിടെ കിടക്കാറുള്ളൂ. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനോ അത് മര്യാദയ്ക്ക് സംസാരിക്കാനോ കഴിയില്ല? ആ 3 ദിവസം മതിയല്ലോ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട്. എപ്പോഴും വയ്യ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആ കൂടെ കിട്ടിയൊരു സൺഡേയാ, അതും കൂടെ നശിപ്പിച്ചു. എന്താ അത്? ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലും ഒന്ന് കഴുകി വെച്ചിട്ടില്ല. എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒന്ന് മാറ്റിക്കൂടെ? എൻ്റെ അകത്ത് എന്താ? ഇത് എന്താടി ഇത്? ഈ ബട്ടൺ ബോയ് ഷർട്ടാണ് നീ അടുത്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിനക്ക് അത് കണ്ടു കാണൂല? വേറെ ഷർട്ട് എടുത്ത് വെച്ചോളൂ നിനക്ക്. അതില് ബട്ടൺ പോയിണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അത് നിനക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെ നേരം? വേറെ വല്ല പണിയുണ്ടോ? അതുമില്ല. നീ എന്നിട്ട് ബട്ടൺ വെച്ചതേ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഷർട്ട് എടുത്തിട്ട് എനിക്ക് തീരെ വയ്യ. ഒരു ദിവസമല്ലേ, അഡ്ജസ്റ്റ് ചെയ്യേ. പിന്നെ നിനക്ക് വയ്യായിക. നേരത്തെ വയ്യാന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയുമ്പോൾ നിനക്ക് വയ്യ അല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കുളിച്ചു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുളിക്കണ്ട. 24 മണിക്കൂർ കിടന്ന് നിങ്ങൾക്ക് സന്തോഷമാകും. സമാധാനം തരണ്ട. എന്തടി കാണിക്കുന്നത്? നിന്നോട് ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വേറൊന്നും പറഞ്ഞല്ലോ. അത് നിനക്ക് കത്തിക്കാരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്നെ പോയി തരുന്നുണ്ടോ? മനുഷ്യ സമാധാനം കളയുന്നുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയതല്ല അത് ചെയ്താന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? നിനക്കെന്തടി വട്ടായോ? അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല, പോവന്നെ. രാത്രി വരുന്നുള്ളൂ.
ഇവിടെ കൊണ്ടിട്ടു ഒരു സാധനങ്ങൾ തോന്നുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചത് അവിടെ കാണുമില്ല. ഒരെണ്ണം ഇല്ലല്ലോ. നിങ്ങൾ വരാൻ ലേറ്റ് ആവോ? ആ ലേറ്റ് ആവും. നേരത്തെ വന്നിട്ട് എന്ത് കാണിക്കാനാ? നിന്റെ തീരുമാനം കാണാനാ? എന്നാലും എനിക്കൊന്ന് പാഡ് വാങ്ങി തന്നിട്ട് പോകുമോ? ഇനിയിപ്പോ ഇതും കൂടിയേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് വൈകാണെങ്കിൽ അത്ര നേരം ഒന്നും എത്തിക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് പാഡ് വാങ്ങിച്ചാലല്ലേ എന്റെ പണി. അതത്ര ആൾക്കാരായിട്ട് ചെന്നിട്ട് നിനക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യും. തൽക്കാലം ഒന്നും പോയിട്ടില്ല. മാറി നിൽക്ക്. എടാ സുഹിത്തെ, നീ എന്താ ഇവിടെ? പാർട്ടിക്ക് പോയില്ലേ? അവർക്ക് അവിടെ ഇതിൽ വിളിച്ചു തുടങ്ങി. ഇല്ല ദിനോട്ടാ, എനിക്ക് അർജന്റായിട്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയതാ. എന്നാ പിന്നെ വാ, നമുക്ക് ഒരുമിച്ച് പോകാനി. ഇല്ല ദിനോട്ടാ, ഞാനില്ല. അതെ, വൈഫിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യത്തിന് പുറത്ത് പോയതാ. എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. എന്താടാ, വൈഫിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ വരാം. വേറെ പ്രശ്നമൊന്നുമില്ല. അതെ, വൈഫിന് പീരീഡ്സാ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പാഡ് മേടിക്കാൻ വേണ്ടി പുറത്ത് പോയതായിരുന്നു. അയ്യേ, പാഡ് വാങ്ങാനോ? നീയാണ് നിനക്ക് പോകുന്നത്? എന്തിലാവട്ടെ, ചേച്ചി ഒന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് വാ, ഞാനവിടെ നിൽക്കാം. അതെന്താ ദിനോട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ ഇതിൽ എന്ത് നാണക്കേടല്ലേ? ഈ സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരല്ലേ ഇതൊക്കെ മേടിച്ചു വിട്ടത്, പിന്നെ വേറെ ആരതൊക്കെ ചെയ്യാ? ഒന്നാമത് പീരീഡ്സ് പറഞ്ഞ ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാ. ഇപ്പൊ തന്നെ രാവിലെ ബ്ലീഡിങ് വയറുവേദനയായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് പാഡ് മേടിക്കാൻ ഞാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് അയക്കുക. പിന്നെ ഞാനൊക്കെ ഒരു ഭർത്താവാണ് പറഞ്ഞ് നടക്കുന്നത്. എന്തർത്ഥമല്ലേ? ഈ ആണുങ്ങളെ പാഡ് മേടിക്കുന്നത് തെറ്റാണ്, നാണക്കേടെന്നൊക്കെ, അതൊക്കെ പഴയ ചിന്താഗതിയല്ലേ. കാലം മാറിയില്ല ദിനോട്ടാ. ഒന്നാമത് ദിനോട്ടിനെ അറിയുന്നല്ലേ ഇപ്പൊ അവരനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനൊക്കെ. ഈ സമയത്ത് നമ്മളല്ല അവരെ കൂടെ വേണ്ടത്. നമുക്ക് കൂടി അവരെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലേ പിന്നെ അവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കൂടെ ഒറ്റപ്പെട്ടു പോയില്ലേ? എന്തായാലും ഞാൻ പാർട്ടിക്കില്ല കേട്ടോ, ദിനോട്ടം വെക്കോ. കാരണം ഞാൻ ചെന്നിട്ടാണ് ഭക്ഷണം പോലും ഉണ്ടാക്കാൻ. അവരോട് പറഞ്ഞാൽ മതി. ശരി. എന്നാലും എനിക്കൊന്ന് പാഡ് വാങ്ങി തന്നിട്ട് പോകുമോ? ഇനിയിപ്പോ ഇതും കൂടിയേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് വൈകാണെങ്കിൽ അത്ര നേരം ഒന്നും എത്തിക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് പാഡ് വാങ്ങിച്ചാലല്ലേ എന്റെ പണി. അതത്ര ആൾക്കാരായിട്ട് ചെന്നിട്ട് നിനക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇത് എന്തു പറ്റി? വേദന കൂടിയോ? ഞാൻ നിനക്ക് പാഡ് വാങ്ങിണ്ട്, നീ നോക്ക് ഇതന്നെയാണോ നിനക്ക് വേണ്ടതെന്നുള്ളത്. ഇതിപ്പോ അല്ലെങ്കിൽ ഞാൻ വേറെ വാങ്ങിട്ട് വരാം. എനിക്കറിയില്ലല്ലോ നീ ഏതാ യൂസ് ചെയ്യുന്നതെന്ന്. നിങ്ങളല്ലേ പറഞ്ഞേ രാത്രി വരൂ, നിന്നെ മോൻ കാണണ്ടാണ്. പാഡ് നീ എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇതെന്ത് പറ്റി എല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ? എടാ, ഞാൻ എന്റെ വിവരക്കേടുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അത് നീ മനസ്സിൽ വെക്കല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? വേദന കുറവുണ്ടോ? നിങ്ങൾ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? വേദന ഒന്നും കുറവൊന്നുമില്ല. ഓരോന്നോരോന്ന് ചെയ്തിട്ട് ബ്ലീഡിങ്ങും കൂടി. നിനക്ക് ഞാൻ നല്ലൊരു ചൂട് ചായ ഉണ്ടായി തരട്ടെ? അത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവില്ലേ? എങ്ങോട്ട് പോകാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നില്ലേ? ഇല്ലടോ, ഞാനിത് എങ്ങോട്ടും പോകുന്നില്ല. നിന്നെ ഈ സിറ്റുവേഷനിൽ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലേ നീ ഇനിയും ബുദ്ധിമുട്ടുള്ളൂ. അല്ലെ തന്നെ ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. നീ കാലും കൊണ്ടൊക്കെ ഞാൻ മസാജ് ചെയ്തേ. എന്നാ നോക്കിക്കുന്നേ, ആ പില്ലോ മാറ്റി.